ഇത് പറയുന്നത് ചോദിച്ചാൽ ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് ചെയ്യാവുന്ന പ്രൊജക്ട് മാത്രമല്ല മൈലൈഫ്, മറിച്ച് സ്വപ്നമുള്ള ഏതൊരുത്തനും ഏത് വലിയ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ശരി, നിങ്ങൾ നേടിയെടുത്ത ഇന്ത്യയുടെ ഏതൊരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പോലും അത് മൈ ലൈഫ് സ്റ്റൈലിലെ ജോയിന്റ് ഫോമിന്റെ മുമ്പിൽ താഴെയാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഈ ബിസിനസിന്റെ വിജയം സാധിക്കുന്നത്. ഞാൻ മൈക്കെടുക്കാനുള്ള കാരണം തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ NTCയുടെ പോലുമാരി കിളി പോയി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇനി പറയുന്ന ഓരോ വരികളും പിച്ചും വൈയും പറയുന്ന പോലെ ആയിരിക്കും കുറച്ചു കാലം NTCകൾ നിങ്ങൾ സഹിക്കേണ്ടി വരും. കാര്യം അങ്ങനത്തെ അസുഖം ബാധിച്ചിട്ടാണ് ബോംബെ എന്ന സ്ഥലത്ത് ഞങ്ങൾ തിരിച്ച് ഇവിടെ വിമാനം ഇറങ്ങിയിരിക്കുന്നത്. കാര്യം ഏതൊരു ജന്മസുഹൃത്തമാണ് നമ്മളെ മൈ ലൈഫിലെ കൊണ്ടെത്തിച്ചതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാര്യം ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ദൈവം കനിഞ്ഞകിയ ഒരു മഹത്തായ വിളക്കാണ് MI ലക്ഷറി എന്ന് തിരിച്ചറിയുകയാണ് നിങ്ങൾ ആദ്യം വേണ്ടത്. നമ്മളൊക്കെ ഇവിടെ ഞാനൊക്കെ ചിലപ്പോൾ NTC ആകുമ്പോൾ NTC ലീഡർമാരൊക്കെ നിങ്ങളുടെ നോക്കുക. ആദ്യമായി ഞാൻ എന്നെ ഇൻഡസ്ട്രി ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്ത് നമ്മുടെ ഗ്രേറ്റ് RTC ലീഡർ ഷോയിബ് സാർ ചെറുപ്പം നല്ലൊരു കൈ കൊടുക്കുക. അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് എന്നെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്ന എന്റെ ഗ്രേറ്റ് ലീഡറാകുന്ന NTC അക്താബ് സാർ നല്ലൊരു കൈ കൊടുക്കുക. അതേപോലെ തന്നെ എന്റെ പാർട്ട്നേഴ്സായി ബിസിനസിന്റെ ഇടം വരെ നിന്ന് സാറെ മുന്നിൽ നിന്ന് പട നയിച്ചോ ഞങ്ങൾ പിറകിലെന്ന് പറയുന്ന ഒരു കൂട്ടം പുലിക്കുട്ടികളുണ്ട്. അവർക്ക് നല്ലൊരു കൈ കൊടുക്കുക. അവരെല്ലാവരും ഒത്തൊരുമിച്ചാണ് ഈ ബിസിനസിന്റെ സക്സസ്. ഈ ബിസിനസിന്റെ ബ്യൂട്ടി ഇത് തന്നെയാണ്. നിങ്ങൾ സ്റ്റേജിൽ നോക്കുക, മദ്രസയിലെ ഉസ്താദ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലിയൊരു IT സെക്ടറിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷണൽ നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് 4ാം ക്ലാസ് കുസ്തി നിൽക്കുന്നുണ്ട്. ഇവര് കോളേജിലെ ലെക്ചർ നിൽക്കുന്നുണ്ട്. ഇതാണ് ബിസിനസ്. എടുക്കേണ്ട തീരുമാനം നിങ്ങളാണ്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചയും അത് തന്നെയായിരുന്നു. ആക്ച്വലി ആലോചിച്ച് നോക്കുക, NTCകൾ ഗസ്റ്റായി പോകുമ്പോൾ ഡയമണ്ട് മൈക്കെടുക്കുമ്പോൾ 1ാമത്തെ മിനിറ്റിൽ തന്നെ സ്റ്റോക്ക് പറഞ്ഞത് നിർത്തിയാൽ മതി എന്ന് പറയാൻ മാത്രം ഡയമണ്ട് ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കഴിഞ്ഞു. അതാണ് ഈ ഇൻഡസ്ട്രിയുടെ പകർന്ന് പറഞ്ഞത്. ഞങ്ങൾ അവിടെ കണ്ടത് ശരിക്കും കോടിപതികളുടെ ഒരു സാഗരമായിരുന്നു. 10,000-3000 വരുന്ന കോടിപതികളുടെ സാഗരം. MI ലൈഫ് സ്റ്റൈൽ ഇന്നെത്തി നിൽക്കുന്നത് ഏതൊരു ഇന്ത്യയിലെ ഡാറ്റ സെല്ലിംഗ് കമ്പനിയും വെറും 2000 കോടിയുടെ താഴെയോ 1000 കോടിയുടെ താഴെയോ നിൽക്കുമ്പോൾ 2000 കോടി ടച്ച് ചെയ്ത് നിൽക്കുന്ന തലത്തിലേക്ക് പടർന്ന് പന്തലിക്കുന്ന ഒരു മഹാവിഹായസായിട്ട് MI ലൈഫ് സ്റ്റൈൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആയിരക്കണക്കിന് മില്യണിയന്മാരുടെ കഥ കാണുന്നത്. 2000 കോടി ടച്ച് ചെയ്ത് നിൽക്കുന്ന മൈ ലൈഫിലാണ് 1000 കോടി വരുന്ന മില്യണീസിനെ കാണുന്നതെങ്കിൽ ഈ 2030 കമ്പനിയുടെ ടാർഗറ്റ് ഫോക്കസ് ചെയ്തത് $1 ബില്യൺ കമ്പനിയായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാറുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടതിന്റെ 100 ഇരട്ടി റെക്കോർഡാണ് ഇനി ഇന്ത്യ രാജ്യം മൈ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പലരും വരും, സമ്മർ വെൽക്കം സമ്മർ വിൽ ഗോ, പലരും വരും പലവരും പോകും. പക്ഷേ അവസരം കണ്ടവരല്ല വിജയിച്ചത്, കണ്ടത് കിട്ടിയതനുസരിച്ച് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തിയവരാണ് വിജയിച്ചതെങ്കിൽ ഇത് നിങ്ങൾ അവസരമായി എടുക്കുക. അവിടെ കണ്ട സത്യങ്ങളിൽ പലതുണ്ടായിരുന്നു. ആക്ച്വലി അതൊക്കെ നിങ്ങളുടെ ടീം ലീഡർമാർ ഇത് നടത്തുന്ന മീറ്റിംഗിൽ നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യാം. വലിയ വെടിക്കേറ്റ പ്രൊഡക്റ്റുകൾ വരാൻ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ആക്ച്വലി നമ്മളൊക്കെ കണ്ണ് തള്ളിപ്പിക്കുന്ന പല കാര്യങ്ങളും അവിടെ സയന്റിഫിക് പാനൽ വിശദീകരിച്ചു. ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് ആണ് എന്റെ ഭാഗത്തല്ല പറയുന്നത്. ഒരു NTC എന്നതിലേക്ക് നിങ്ങൾ അറിയിക്കേണ്ട ചില ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടാണ് ഈ വൈകി നിൽക്കുന്നത്. സോ ആക്ച്വലി അവിടെ കണ്ടെടുത്ത് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് 1-2 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഡോക്ടർ KK രാജേഷിനെ പോലെയുള്ള, ഡോക്ടർ DB അനന്തനാരായണനെ പോലെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എണ്ണം പറഞ്ഞ സയന്റിസ്റ്റിന്റെ ഏറ്റവും നല്ല ചിന്തയിൽ ഉദിച്ചു വന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു വലിയ വിശദീകരണം ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. കാര്യം നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇന്ന് നാട്ടിൽ കാണുന്നത് തീപ്പെട്ടിക്കുള്ളിൽ വിറ്റിട്ടും അച്ചാറിന്റെ പൊടി വിറ്റിട്ടും മില്ലേനിയറും ബില്യനിയറുമായി നിൽക്കുന്ന സമയത്ത് ലോകത്ത് പകരം വെക്കാനില്ലാത്ത 190ഓളം വരുന്ന രാജ്യം താഴോട്ട് നിൽക്കുന്ന മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഒരടി മുന്നോട്ട് വെക്കാത്തത്? ഇവിടെ നിങ്ങൾ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആക്ച്വലി DBS സാറും KK രാജേഷ് സാറും പറഞ്ഞ ചില വഴികൾ പറഞ്ഞാൽ ഇന്നേ വരെ ആയുർവേദമോ അതല്ലെങ്കിൽ ആരോഗ്യ മേഖലകളോ ഉപയോഗിക്കാത്ത മോളിക്യൂൾസുകൾ, അതേപോലെ തന്നെ എഫിക്കസി ഉറപ്പുവരുത്തുന്ന ചില പ്രത്യേക കോമ്പിനേഷനുകൾ, അതുപോലെയുള്ള പ്രൊജക്ടുകളൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ അവർ സന്നിവേശിപ്പിച്ചുവെങ്കിൽ ഐ ഗ്യാരണ്ടി ലോകത്ത് പകരം വെക്കാനില്ലാത്ത ഉൽപ്പന്നം ആരെ കയ്യിൽ ചോദിച്ചാൽ MI ലൈഫ് സ്റ്റൈലിന്റെ കയ്യിൽ മാത്രമാണ് എന്നതാണ് അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. നമ്മുടെ സ്വപ്നം എവിടെ അവസാനിക്കുന്നതോ ആ സ്ഥലത്ത് തൊട്ട് സ്വപ്നം കാണുന്ന കമ്പനിയുടെ പേര് MI ലൈഫ് സ്റ്റൈൽ. നമ്മൾ ശരിക്കും തിരിച്ചറിയുക, ഒരു അത്ഭുത ഭാഗ്യമാണ് കിട്ടി നിൽക്കുന്നത്. ബിസിനസ്
ബിസിനസിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. സീരിയസ്ലി ഐ സേ, നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടത്, ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന ലീഡർ നിങ്ങൾ ശല്യം ചെയ്യിക്കാതെ വന്നതായിരിക്കാം, ഉന്നി തള്ളിക്കൊണ്ടെന്നൊക്കെ എന്തോ ആവട്ടെ, വാട്ടവർ. ഒരു 5 കൊല്ലം നിങ്ങൾ ഇടം വല നോക്കാതെ കൈ പിടിച്ചു നിന്നാൽ നാളെ ദൈവികമായി വിളക്ക് കത്തിച്ച് ആർക്ക് മുമ്പിൽ കൈകൊപ്പി നിന്നുവോ അതുപോലെ കൈകൊപ്പി നിൽക്കുന്ന നിങ്ങളുടെ അപ്ലൈൻസിന്റെ മുമ്പിലായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത്രയും നല്ലൊരു പവിത്രമായ ഓഫീസിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നത്. 5 വർഷം ആക്ച്വലി ബിസിനസ് കംപ്ലീറ്റ് ആയി. ആദ്യത്തെ 2.5 വർഷക്കാലം ഞാൻ പാർട്ട് ടൈം ആയിരുന്നു. അന്ന് വരുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഫുൾ ടൈം ആയിട്ട് മാറുന്നു. ഇന്ന് സഞ്ചരിക്കുന്നത് 14 ലക്ഷത്തിലെ ലക്ഷറി ഹോണ്ടായി കാറിലാണ് എന്ന് പറയുന്നത്. ആക്ച്വലി 3 ലക്ഷറി കാറിൽ ഇതിലൂടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്റെ കൂടെ വന്ന പല ആളുകൾക്കും ചെറുതുവലുതുമായ വരുമാനങ്ങളും പല ആളുകളെയും ലക്ഷറി കാറുകളിലേക്കും അതേപോലെ തന്നെ ലക്ഷങ്ങൾ വരുമാനമുള്ള ജീവിതത്തിലേക്ക് മാറ്റി വരുത്താൻ എന്നെ പഠിപ്പിച്ച് വളർത്തിയാക്കിയത് ഒരു തിരിച്ചറിവാണ്. അറിവിന്റെ മുകളിലെ അറിവാണ് തിരിച്ചറിവ് എന്നത് MI ലൈഫിൽ എനിക്ക് തന്ന ഒരു പ്രധാന പാഠഭാഗമാണ്. കാര്യം, ജോലിക്കാരൻ എന്നും കൂലിക്കാരനാണ്, ജോലി എന്ന് കട്ട് അന്ന് കൂലിക്കട്ടാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, കിടന്നുറങ്ങുമ്പോഴും വരുമാനം എന്നാണോ നിങ്ങളെ തേടി വരുന്നത് അന്നാണ് നിങ്ങൾ സേഫാകുന്നതെങ്കിൽ ഇന്ന് ഈ ഹാളിൽ വരാത്ത ഏതോ ഇവർക്ക് കിടന്നുറങ്ങുന്നുണ്ട് നമ്മുടെ കപ്ലൈൻസ് ആയിട്ട്, പക്ഷെ അയാളെ വരുമാനം സേഫാണ്. That is the power of passive income and direct selling industry. Here stands the MI lifestyle. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഭാഗ്യമാണ് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായി നിൽക്കുന്നു. 5 വർഷം കൊണ്ട് ലോകത്തിലെ നമ്പർ 1 കമ്പനി ആകാൻ നിൽക്കുന്നെങ്കിൽ നാളത്തെ ലോകത്തിലെ മൾട്ടി മില്യണർ ഡയറക്ട് സെല്ലിംഗ് സാധ്യത ചോദിച്ചാൽ ഇന്ന് ആരാണോ മൈ ലൈഫ്സ്റ്റൈൽ ആക്ച്വലി സീരിയസ് ആയിട്ട് ചെയ്തത് അവൻ തന്നെയാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ കോടിപതി തിരിച്ചറിയുക.